ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് വിവിധ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 15/3/2024 മുതലാണ്. 15/4/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം അപ്പർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റാണ്. ടോട്ടൽ 12 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ജനറൽ 6, OBC 5, EWS 1, PWD 1. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 50% മാർക്കോട് കൂടിയുള്ളൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷനിലുള്ള പ്രൊവിഷ്യൻസിയും ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് പേമെട്രിക്സ് ലെവൽ 4ലാണ്. 25,500 മുതൽ 81,100 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണുള്ളത്. ജനറൽ 1, OBC 1. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. പേമെട്രിക്സ് ലെവൽ 3ലാണ് വരുന്നത്. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് കുക്ക് പോസ്റ്റാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. OBC വിഭാഗക്കാർക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ കുക്കിംഗ് അല്ലെങ്കിൽ കാറ്ററിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പേമെട്രിക്സ് ലെവൽ 3ലാണ് വരുന്നത്. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സിവിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോട് കൂടിയുള്ള 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷനായി കേഡിലുള്ള നോളജും ഉണ്ടായിരിക്കണം. പേമെട്രിക്സ് ലെവൽ 5ലാണ് വരുന്നത്. 29,200 മുതൽ 92,300 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ST വിഭാഗക്കാർക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോട് കൂടിയുള്ള 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പേമെട്രിക്സ് ലെവൽ 5ലാണ് വരുന്നത്. 29,200 മുതൽ 92,300 രൂപ വരെയാണ് ലഭിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. SC/ST വിഭാഗക്കാർക്ക് 5ഉം OBC വിഭാഗക്കാർക്ക് 3ഉം PH വിഭാഗക്കാർക്ക് അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 500 + GST ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST PH വിമൺ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല. ഓൺലൈൻ മോഡിലാണ് ഫീ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ SC/ST വിഭാഗക്കാർക്ക് 2nd ക്ലാസ് അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ് ട്രെയിനിൽ ട്രാവൽ അലവൻസ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് ഉദ്യോഗാർത്ഥികൾ കോൾ ലെറ്ററും സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഒറിജിനലും മാർക്ക് ലിസ്റ്റ് ഡോക്യുമെൻറ്റ്സും കൂടാതെ 1 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.acctimst.ac.in എന്ന വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.